ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ, പേ ലേറ്റർ. പാലക്കാട് കൊടുമ്പ് പഞ്ചായത്തിൽ കൃഷിഭൂമി വ്യാപകമായി നികത്തുന്നതായി പരാതി. പാതയോട് ചേർന്നതും റോഡ് വരാൻ സാധ്യതയുമുള്ള പ്രദേശങ്ങളിലെ കൃഷിഭൂമിയാണ് വ്യാപകമായി നികത്തുന്നത്. കൃഷിഭൂമി നികത്തലിനെതിരെ മനുഷ്യാവകാശ സംരക്ഷണ കേന്ദ്രം ഡയറക്ടർ കെ കൃഷ്ണൻകുട്ടി റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് പരാതി നൽകി. നെൽവയൽ തണ്ണീർത്തട നിയമം ലംഘിച്ച് ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട ഭൂമി ഭൂമാഫിയയും റിസോർട്ട് മാഫിയയുമാണ് നികത്തുന്നത് എന്നാണ് പരാതി. മിഥുനംവള്ളം പൊറ്റക്കളത്തെ സ്വകാര്യ വ്യക്തിയുടെ 16 ഏക്കറിലധികം വരുന്ന വയലാണ് റിസോർട്ട് ഫ്ളാറ്റ് ആവശ്യങ്ങൾക്കായി നികത്തുന്നത്. മുൻകൂർ അനുമതിയില്ലാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതിനു ശേഷം പിഴയൊടുക്കി ക്രമവൽക്കരിക്കാൻ ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുമെന്ന ഉറപ്പിലാണ് വ്യാപകമായ നിലം നികത്തൽ നടക്കുന്നതെന്നും പരാതിയുണ്ട്. ഈ കാണുന്നത് കൊടുമ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ 9ാം വാർഡ് ദാസൻപൊറ്റക്കളം എന്ന ആണ് ഇത് അറിയപ്പെടുന്നത്. ഈ കാണുന്ന ഈ കൃഷിസ്ഥലങ്ങൾ ഇത് സുഗതൻ എന്ന വ്യക്തിയുടെ 16 ഏക്കറിൽ കൂടുതൽ വരുന്ന കൃഷിസ്ഥലമാണ്. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ഉൾപ്പെടുന്ന നിലവിൽ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട കൃഷിഭൂമികളാണ്. ഈ കാണുന്ന കൃഷിഭൂമികൾ അനധികൃതമായി റിയൽ എസ്റ്റേറ്റ് മാഫിയകൾക്ക് സുഗതൻ എന്ന വ്യക്തി കൈമാറുകയും എന്നാൽ സുഗതൻ്റെ പേരിൽ തന്നെ നിലവിൽ ഈ ഭൂമി നിലനിർത്തിക്കൊണ്ട് അനധികൃത നിർമ്മാണങ്ങൾ നടത്തുന്നതിൻ്റെ പേരിൽ മാസങ്ങൾക്ക് മുൻപ് ജില്ലാ കളക്ടർ അടങ്ങുന്ന വിവിധ വകുപ്പ് മേധാവികൾക്ക് പരാതി കൊടുക്കുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്റ്റോപ്പമ്മ കൊടുത്ത് വർക്ക് നിർത്തിവെക്കുകയുമാണ് ഉണ്ടായത്. എന്നാൽ ഇവിടുത്തെ കൊടുമ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രതിപക്ഷ ഭേദമന്യേ ഉദ്യോഗസ്ഥ രാഷ്ട്രീയ കൂട്ടുകെട്ടിൻ്റെ വൻ അഴിമതിയാണ് ഈ കാണുന്ന അനധികൃത നിർമ്മാണങ്ങൾ മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിൻ്റെ നെല്ലറയായ പാലക്കാട് ജില്ലയെ കോൺക്രീറ്റ് വനമാക്കുന്നത് റിട്ടയർമെൻറ്റ് കഴിഞ്ഞു പോകുന്ന റവന്യൂ ഡിവിഷൻ ഓഫീസർമാരുടെ കുത്തഴിഞ്ഞ അഴിമതിയും കോടിക്കണക്കിന് രൂപയുടെ ആർത്തിയുമാണ് ഈ കാണാൻ ഇടയായിട്ടുള്ളത്. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം, ഭൂനിയമം, ഭൂപരിഷ്കരണ നിയമം, ഈ പറയുന്നവയുടെ ചട്ടലംഘനങ്ങളാണ് ഈ കാണുന്നതെല്ലാം. ആയതുകൊണ്ട് കേരളത്തിൻ്റെ റവന്യൂ ഡിവിഷൻ ഓഫീസർ മുതൽ മേലോട്ടുള്ള പാലക്കാട് ജില്ലയുടെ ജില്ലാ ഭരണാധികാരിയും റവന്യൂ കമ്മീഷണറും റവന്യൂ സെക്രട്ടറിയും അടങ്ങുന്ന ഉന്നത അധികാരികൾ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഈ കാണുന്ന അനീതിയെ, നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിൻ്റെ ചട്ടലംഘനം നടത്തിയവരെ, ഈ ഭൂമാഫിയകളെ, ഭൂ ഉടമയെ കർശനമായ നിയമ നടപടിക്ക് വിധേയമാക്കിക്കൊണ്ട് ഈ കൃഷിഭൂമി അടിയന്തരമായി പൂർവ്വസ്ഥിതിയിലാക്കാൻ കർശനമായ നിയമ നടപടികൾ മുന്നോട്ട് കൊണ്ടുവരണമെന്നാണ് മനുഷ്യാവകാശ സംരക്ഷണ കേന്ദ്രം എന്ന സംഘടനയുടെ പറയാനുള്ളത്. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.